ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കിഡിലൻ സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നന്നായി പഴുത്തൊരു നേന്ത്രപ്പഴമാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു ബൂസ്റ്റാണ് കേട്ടോ. നമ്മുടെ 5 രൂപയുടെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റിൽ അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ നമുക്കിതിലോട്ട് വേണ്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു മിക്സിയുടെ ജാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ പഴം ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ചെറിയൊരു പീസായിട്ട് ഇതിലോട്ട് അരയാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ബൂസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പഴത്തിനോടൊപ്പം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ സ്നാക്ക് നിങ്ങൾക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ മീഡിയം മധുരമാണ്. അപ്പോൾ ഇത് മതി എന്ന് വെച്ചിട്ട് വേറെ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നതിന് ശേഷം ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നതാണ്. അപ്പോൾ എന്നതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ടാണ് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിയല്ല മൈദയാണുള്ളതെങ്കിൽ അതാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഗോതമ്പ് പൊടിയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലവണ്ണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടത്. ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പഴത്തിൻ്റെ തന്നെ വെള്ളം ഉണ്ടതിൽ. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് പൊടി ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ആകെ മൊത്തം ഇതിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് അളവിലാണ് വലിയ നമ്മുടെ ജ്യൂസിൻ്റെ ഗ്ലാസ്സില്ലേ അത് വെച്ചിട്ട് ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ പൊടി ചേർത്തത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മൾ സോഡാപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കയ്യിലോട്ട് കുറച്ച് എണ്ണയാണ് തേച്ച് കൊടുത്തത്. അതിന് ശേഷം കുറച്ചായി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബോൾ പോലെ ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് ഒന്ന് പരത്തിയെടുക്കാം നമുക്ക്. ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തോണം. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ബൂസ്റ്റിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ, പഴമാണെന്ന് അവർക്ക് അറിയേയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ഇവിടെ ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചായയോടൊപ്പമൊക്കെ തീരണ്ടെണ്ണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ വയറും നിറയും, അതുപോലെ തന്നെ നമ്മുടെ മനസ്സും നിറയില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴേക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പഴമൊക്കെ ഒന്ന് വേസ്റ്റ് ചെയ്ത് കളയാതെ വേഗത്തിൽ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ. കറുത്ത് പോകാൻ ഇടവരുത്താതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും തന്നെ മക്കൾക്കൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പഴത്തിൻ്റെ ഉണ്ട് ഇത്രയും കാണുന്നത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.